അഡ്വക്കേറ്റ് ജിസ്മോളുടെയും 2 കുട്ടികളുടെ ആത്മഹത്യയാണ്. അത് ഭർത്താവിൻ്റെ പീഡനം മുഖേനയാണ് ഉണ്ടായതെന്നാണ് ഇപ്പം വരുന്നത്. മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് ജിസ്മോള് ജിറ്റു എന്ന സഹോദരനെ വിളിച്ചിരുന്നു. അവർ തമ്മിൽ സംസാരിച്ചു. ആ സമയത്തൊന്നും ജിസ്മോക്ക് മറ്റ് മാനസിക വ്യഥകളൊന്നുമില്ല, വളരെ സന്തോഷമായിട്ടാണ് തമ്മിൽ സംസാരിച്ചത് എന്ന് സഹോദരൻ പറയുന്നുണ്ട്. അതിനുശേഷമുള്ള ഡെവലപ്മെൻറ്റിലാണ് ജിസ്മോള് ആത്മഹത്യ ചെയ്തെന്നാണ് ഇപ്പം വെളിച്ചത്ത് വരുന്നത്. ഭർത്താവ് ആ 2 ദിവസത്തെ പ്രവൃത്തി, ഭർത്താവ് സ്ഥിരമായിട്ട് ഇവരെ മർദ്ദിക്കുമായിരുന്നു എന്ന് പറയുന്നു. ഇവർക്ക് വലിയ കുടുംബത്തിലൊക്കെ ആണെങ്കിലും സാമ്പത്തികമായി ജിസ്മോളുടെ കയ്യിലൊന്നുമില്ല. ഭർത്താവ് പണം കൊടുക്കില്ല, അല്ല ഭർത്താവിൻ്റെ വീട്ടുകാർ പണം കൊടുക്കില്ല. പട്ടിണിയിലൊക്കെയാണ് മിക്കവാറും ജിസ്മോൾ പോയിക്കൊണ്ടിരുന്നത് എന്നാണ് വരുന്നത്. അതാണ് അവർക്ക് ആത്മഹത്യ ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിച്ചത്. എന്തായാലും അവരൊരു മാനസികമായി ആ 2 ദിവസം കൊണ്ട് അതിന് തയ്യാറായി. കാരണം അവർ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അവരുടെ കയ്യിൽ ഞരമ്പ് മുറിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. ആ ഒരു അറ്റംപ്റ്റ് ഫെയിലിയറായി. അത് മരിക്കില്ല എന്നവർക്ക് തോന്നിയിട്ടുണ്ടാവും. അതേസമയത്ത് കുട്ടികളെ കൊന്നിട്ടായിരിക്കണം, കുട്ടികൾക്ക് അണുനാശിനി കൊടുത്തു, അപ്പോൾ കുട്ടികൾ മരിച്ചോളും. അത് ചെന്നതിന് ശേഷമായിരിക്കും ഞരമ്പ് മുറിച്ചത്. അതത്ര സക്സസ്ഫുൾ ആയി തോന്നിയിട്ടില്ല. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിലാണ് കുട്ടികളുടെ വയറ്റിൽ അണുനാശിനി ഉണ്ടെന്ന് കണ്ടെത്തിയത്. ജിസ്മോളിലെ വീട്ടിലെ ഒരു ഫാൻ അല്പം വളഞ്ഞാണ് ഇരിക്കുന്നത്, അതിൻ്റെ ഒരു ലീഫ്. അപ്പോൾ അവിടെ ഒരു അറ്റംപ്റ്റ് നടത്തിയതായിട്ട് പോലീസ് സംശയിക്കുന്നുണ്ട്. കയ്യിലെ ഞരമ്പ് മുറിച്ച് മരിക്കാനും അത് സക്സസ്ഫുൾ ആയിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ഫാനിൽ കെട്ടിത്തൂങ്ങി മരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് കുട്ടികൾക്ക് അണുനാശിനി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതൊരു പ്രിപ്പയർഡാണ്, പ്ലാൻഡാണ്. പക്ഷേ അത് 2 ദിവസത്തിനുള്ളിലാണ്, ആ 2 ദിവസത്തിനകമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് വേണം നമ്മൾ കരുതാൻ. കാരണം അതുവരെ സന്തോഷമായിട്ട് കഴിഞ്ഞതാണ് ജിസ്മോള്. ബുദ്ധിയുണ്ട്, അതുപോലെ തന്നെ അഡ്വക്കേറ്റാണ്, അവിടുത്തെ കോടതി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇനി അതുകൊണ്ട് വലിയ മെച്ചമുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. സാമ്പത്തികമായിട്ട് വക്കീലാണെന്ന് പറഞ്ഞാലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും കക്ഷികൾ നല്ലത് വരണം, അവർ നല്ല പണം കൊടുക്കണം, എങ്കിലും മാത്രമേ പിടിച്ചു നിൽക്കാൻ ഒക്കുള്ളൂ. പക്ഷെ ഇപ്പം അവർ ഡെഡ് ബോഡി അത് മോർച്ചറി സൂക്ഷിച്ചിരിക്കുകയാണ്. കാരണം ഇവർ ജ്ഞാനായ സമുദായക്കാരാണ്. ജ്ഞാനായ ക്രിസ്ത്യൻസ് ആണെങ്കിലും റോമൻ കത്തോലിക്കിൻ്റെ കൂടെയുള്ളതാണെങ്കിലും അവർക്കൊരു പിതാവ്, ഒരു ബിഷപ്പ് കോട്ടയത്തുണ്ട്. അവരുടെ സ്ട്രെങ്ത് കുറവാണ്. ജ്ഞാനായ സഭക്കാർ അതിനുള്ളിലുള്ള ആൾക്കാരെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ. വെളിയിലുള്ള റോമൻ കത്തോലിക്കരോ മറ്റ് സഭയിലുള്ളവരെയൊന്നും കല്യാണം കഴിക്കില്ല. അവരുടെ കല്യാണത്തിനും അതുപോലെ മരണത്തിനും ഒക്കെ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അതനുസരിച്ച് മാത്രമേ അവർ മുന്നോട്ട് പോവുകയുള്ളൂ. വളരെ ഓർത്തഡോക്സ് ചിന്താഗതിക്കാരാണ് ജ്ഞാനായ സഭക്കാരായ ജിസ്മോളും അവരുടെ കുടുംബവും അവരുടെ ഭർത്താവിൻ്റെ കുടുംബവും. അപ്പോൾ അവർ ജ്ഞാനായക്കാരായ പാരമ്പര്യം അനുസരിച്ച് ഭർത്താവിൻ്റെ കല്യാണം കഴിച്ചു പോയ ഒരു പെൺകുട്ടി ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് മരിച്ചാൽ തീർച്ചയായിട്ടും ഭർത്താവിൻ്റെ കുടുംബക്കല്ലറിലോ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ പള്ളിയിൽ കബറടക്കണം എന്നാണ് അവരുടെ പാരമ്പര്യം. പക്ഷേ ഇപ്പം ഭർത്താവിൻ്റെ വീട്ടുകാർ കാരണമാണ് എൻ്റെ മകൾ മരിച്ചത്, എൻ്റെ കൊച്ചുമക്കൾ മരിച്ചത് എന്ന് അവരുടെ പിതാവ് PK തോമസിനും മനസ്സിലായി, ആ കുടുംബക്കാർക്കും മനസ്സിലായി. അതുകൊണ്ട് അവരുടെ പള്ളിയിൽ ഭർത്താവിൻ്റെ വീട്ടിൽ അവരുടെ വീട്ടുകാർ കാരണം മരണപ്പെട്ട മകളെയും കൊച്ചുമക്കളെയും അവിടെ അടക്കാൻ കഴിയില്ല, അവിടെ അടക്കാൻ പറ്റില്ല എന്നാണ് ആ പിതാവ് സങ്കടത്തോടെ PK തോമസ് പറയുന്നത്. അവരുടെ വീട്ടുകാർ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു തീരുമാനം അവരെ ഹൈറാർക്കിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പള്ളി കമ്മിറ്റിയുടെയോ അല്ലെങ്കിൽ അവരുടെ ബിഷപ്പിൻ്റെ മുമ്പിലോ ഒരു തീരുമാനം എടുക്കണം. എന്നിട്ട് വേണം PK തോമസിൻ്റെ ജിസമോളുടെ പിതാവിൻ്റെ അവരുടെ ഇടവപ്പള്ളിയിൽ ആ 3 പേരെ അടക്കാൻ. അതുകൊണ്ടാണ് ആ ഡെഡ് ബോഡി ഇപ്പോഴും മോർച്ചറി സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. ഏതായാലും മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് വരെ സന്തോഷവതിയായിരുന്ന ജിസ്മോള് അത് അവസാനത്തെ 2 ദിവസമാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് വന്നത് എന്ന് തോന്നുന്നു. അവർ ആ ആത്മഹത്യ വീട്ടിൽ ഫാനിൽ തൂങ്ങാനായിട്ടുള്ള കാര്യം നടക്കാതെ വന്നു, കൈഞ്ഞരമ്പ് മുറിച്ചിട്ട് നടക്കാതെ വന്നു. പിന്നീട് കുട്ടികളുമായിട്ട് നേരെ അവരെ സ്കൂട്ടറിലെ അറുമാനൂർ പള്ളിക്കുന്ന് കടവിലേക്ക് പോയി. ആ കടവിൻ്റെ അവിടെ വന്ന് അവർ സ്കൂട്ടറിലാണ് അവിടെ വന്നത്. കുട്ടികളെ അടിച്ചെടുത്ത് എറിഞ്ഞു.
ഇവരും ചാടി. കുട്ടികൾ ഒഴുകി പോകുന്നതിന് അടുത്തുള്ളവർ കണ്ടു. അവർ എല്ലാവരും വന്ന് കുട്ടികളെയും ഇവരെയും രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തി കരയ്ക്കെത്തിച്ചു. എങ്കിലും 3 പേരും വെള്ളത്തിൽ നിന്ന് മരിച്ചു എന്നാണ് കരുതേണ്ടത്. ഭർത്താവ് ജിമ്മിയുടെ ഇടവപ്പള്ളിയിൽ അവരെ കബറടക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ കുടുംബക്കല്ലറയിൽ അടക്കാനുള്ള ശ്രമം വിജയിച്ചില്ല. ജിസ്മോളിലെ 2 കൊച്ചുങ്ങൾ, സ്നേഹ 5 വയസ്സും അതുപോലെ പൊന്നു എന്ന 2 വയസ്സുകാരും, അവർ 3 പേരുടെ മൃതദേഹം അവരുടെ പള്ളിയിൽ തന്നെ അടക്കാനാണ് അങ്ങനെ ഒരു ചർച്ചയാണ് ഇപ്പം നടക്കുന്നത്. എന്തായാലും ഈ ജ്ഞാനായ സഭയിലെ ഈ കുട്ടിക്ക് അവരെ 2 വീട്ടും ഭർത്താവിൻ്റെ വീട്ടുകാർക്കും ഇവർക്കും സാമ്പത്തികമായി നല്ല സൗകര്യമുള്ളവരാണ്. എങ്കിൽ ഇവർ താമസിക്കുന്ന ഭർത്താവിൻ്റെ കൂടെയാണ്. അയാൾ മദ്യപാനിയാണ് എന്നും പറയുന്നുണ്ട്. എല്ലാ ദിവസവും മദ്യപിക്കും, ഇവരെ വന്ന് മർദ്ദിക്കും. അതൊക്കെ അവർ ഒളിച്ചു വെച്ചു അവരുടെ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവണം എന്നാണ് ഞാൻ കരുതുന്നത്. ആ പെൺകുട്ടി അതുപോലെ മാനസികമായ സംഘർഷത്തിലായിരുന്നു, മാനസികമായ വേദനയിലാണ്, ശാരീരികമായി അവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് നിവൃത്തിയില്ലാതെ അവരുടെ സങ്കടം ആരോട് പറയാൻ അവർ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച് തൻ്റെ കൊച്ചു കുട്ടികളെ പോലും അവർ വെറുതെ വിട്ടില്ല. താനില്ലെങ്കിൽ ആ കുട്ടികൾ സഫർ ചെയ്യും. ആരാണ് അവരെ നോക്കുന്നത്? ഭർത്താവിൻ്റെ വീട്ടുകാരെന്നുള്ള അനുഭവം ഇതായതുകൊണ്ട് അവർ ആ കുട്ടികളെയും കൊണ്ടാണ് എടുത്ത് ചാടിയത്. ഇതിന് തൊട്ട് മുമ്പ് നമുക്കറിയാം, അവിടെ ജ്ഞാനായ സഭയിൽ തന്നെ ഒരു അമ്മയും 2 കുട്ടികളും 2 പെൺകുട്ടികളും അവർ ട്രെയിന് മുമ്പിൽ ചാടി മരിച്ചതും നമ്മൾ കണ്ടു. അപ്പം ഈ സഭയിലെ പല ആൾക്കാർക്കും പല രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് ഇത് മനസ്സിലാകുന്നത്. ആ കേസിനകത്തും അത് തന്നെ അവർ പല രീതിയിൽ ഭർത്താവിൻ്റെ വീട്ടുകാരെ തള്ളി. ആ സ്ത്രീ ജോലിക്കൊക്കെ പോയിരുന്നു കുടുംബം പുലർത്താൻ. അങ്ങനെ മാനസികവും സാമ്പത്തികവുമായി വളരെയധികം അവർ ക്ഷയിച്ചു. അവർ വളരെയധികം സഹിച്ചു. അതിനുശേഷം അവർ നിവൃത്തിയില്ലാതെ സമൂഹത്തിൽ ജീവിക്കാനോ അവരുടെ ബന്ധുക്കളുടെ ജീവിക്കാൻ കഴിയാതെ അവർ രാവിലത്തെ ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി ഈ 3 പേരും മരിക്കുന്നത്. കുട്ടികൾക്ക് പിടിച്ചു വലിച്ചുകൊണ്ട് പോയി അവർ ട്രെയിനിന് മുമ്പിൽ ചാടുകയായിരുന്നെന്നും പറയുന്നുണ്ട്. മക്കൾക്കറിയില്ല അത് അമ്മ ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ്, ഞങ്ങളെ കൊല്ലുകയാണെന്നൊന്നും അവർക്കറിയില്ല. അപ്പോൾ 2 കുടുംബങ്ങൾ ഇപ്പം കോട്ടയത്ത് ഏകദേശം ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ തന്നെ അനാഥരായത് നമ്മൾ കണ്ടിരിക്കുന്നു. കേരളത്തിലെ എല്ലാ ജാതി മത ഭേദമന്യേ എല്ലാ കുടുംബങ്ങളിലും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു. കരുനാഗപ്പള്ളിയിൽ ഉണ്ടായി നമ്മൾ കണ്ടു. കൊല്ലം ജില്ലയിലെ അവിടെ അമ്മ 2 കുട്ടികളെ, ആ 2 കുട്ടികളെ അവർ ഒരു മുറിയിൽ അവർ തീ കത്തി മരിച്ചതും നമ്മൾ കണ്ടു. അപ്പോൾ കേരളത്തിൽ ഇത് സർവ്വസാധാരണമായി കുടുംബങ്ങളിലുള്ള ആത്മഹത്യ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള പ്രവൃത്തി ചാകാതെ നിങ്ങൾക്ക് ആ കുട്ടികളെയെങ്കിലും അനാഥാലയത്തിലോ ബന്ധുക്കളുടെ അടുത്തോ അവരെ ജീവിക്കാൻ അനുവദിക്കുക. നല്ല കുട്ടികൾ പലരും അവർ ചിരിച്ചിരിക്കുന്ന മുഖങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നേരത്തെ എടുത്ത ഫോട്ടോകളിൽ അവരെല്ലാം അവർ പോലും നിലച്ചിരിക്കാതെ ജീവിക്കാനുള്ള ആഗ്രഹത്തോടെ ഇരിക്കുന്ന കുട്ടികളാണ്. അവരെ ജീവിക്കാനുള്ള ആഗ്രഹം തകർക്കുന്ന അമ്മമാരെ അച്ഛന്മാരെ നമ്മൾ കാണുന്നുണ്ട്. അവർ വിട്ടുകളയുക. ആ കുട്ടികളെ അവർ ബന്ധുക്കൾ വളർത്തിക്കോളും, അല്ലെന്നുണ്ടെങ്കിൽ സർക്കാർ ഏറ്റെടുത്തോളും. അതുപോലെ ബുദ്ധിയുള്ള ശക്തിയുള്ള സുന്ദരന്മാരും സുന്ദരിയുമായ കൊച്ചുകുട്ടി തലമുറയെ നമുക്ക് ആവശ്യമുണ്ട്. അവരെ രക്ഷിക്കാനുള്ള സംവിധാനം കേരളത്തിലുണ്ട്. ബന്ധുക്കളുണ്ടാവും. ഞാനിപ്പോൾ അടുത്ത കാലത്ത് ഒരെണ്ണം കണ്ടതിനകത്ത് ആ ഒരു കുട്ടിയെ അവരുടെ ബന്ധുക്കളാണ് വിളിച്ചത്. അപ്പനും അമ്മയും മരിച്ചപ്പോൾ ബന്ധുക്കളാണ്. കാരണം ഇനിയുള്ളവർക്ക് അത് ഏറ്റെടുത്തുള്ളൂ. എത്ര പാവപ്പെട്ട കുടുംബത്തിലായാലും ശരി, ബന്ധുക്കളെല്ലാവരും ഷെയർ ചെയ്ത കൊച്ചിനെ വളർത്തിക്കൊണ്ട് വന്നോളൂ, അതിനെ നശിപ്പിക്കരുത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള തീരുമാനം എടുക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ നിവൃത്തിയില്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നെങ്കിൽ അങ്ങനെ ആ വഴിക്ക് പോട്ട്, പക്ഷേ കുട്ടികളെ ജീവനോടെ വിടണം. നിങ്ങളെ ഒപ്പം കൊണ്ടുപോയി കൊലപ്പെടുത്തരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.